മദ്രസയെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ മുഖത്തൊക്കെ ചിരി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വലിയ ചർച്ച മദ്രസയാണ്. സോഷ്യൽ മീഡിയയിലേക്കൊന്ന് കയറിയാൽ ഇസ്ലാമിനെ ഇങ്ങനെ നിരന്തരം ചീത്ത വിളിക്കാം. മദ്രസ തന്നെയാണ് ചർച്ച. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് മദ്രസയ്ക്കെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് വെടിപൊട്ടിച്ചിട്ട് ഒറ്റപ്പോ പ്രതിഷേധം കനത്തപ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ സാധു തടി തപ്പുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വസ്തുത. രണ്ട് ആരോപണങ്ങളാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് ഈ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പരിശുദ്ധമാകുന്ന ഇസ്ലാമിന് നേരെയുള്ള അമ്പായി എഴുതിവിട്ടിട്ടുള്ളത്. ഒന്ന്, മദ്രസ വിദ്യാഭ്യാസം മതേതര മൂല്യങ്ങൾക്കെതിരാണ്. നന്നായി മനസ്സിലാക്കണം. ഒന്ന്, മദ്രസ വിദ്യാഭ്യാസം മതേതര മൂല്യങ്ങൾക്കെതിരാണ്. രണ്ട്, മദ്രസ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിനെതിരാണ്. ഇത് രണ്ടും പച്ചക്കള്ളമെന്നല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പച്ചത്തള്ള് എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു തള്ളാണ് നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ നടത്തിയിട്ടുള്ള തള്ള്. നമുക്ക് രണ്ട് ആരോപണങ്ങൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ആരോപണം എന്താ? മദ്രസ വിദ്യാഭ്യാസം മതേതര മൂല്യങ്ങൾക്കെതിരാണ്. ഈ ആരോപണങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിലുള്ള അന്വേഷണ സമിതികൾ സോഷ്യൽ മീഡിയയിൽ കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മദ്രസയിലേക്ക് വരണം. നിങ്ങളുടെ ചവറയിലും ജമാഅത്തിന്റെ മദ്രസയിൽ വന്നാൽ മതി. ഇപ്പൊ കഷ്ടപ്പെട്ട് നിങ്ങൾ അങ്ങ് കടുവിനാൽ മദ്രസയിൽ വരണ്ട, ഈ മദ്രസയിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് അവരുടെ ആ നാട്ടിലുള്ളൊരു മദ്രസയിലേക്ക് പോയാൽ മതി. എന്നിട്ട് ആ മദ്രസയിൽ ചെന്നിരുന്ന് മദ്രസ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് അതിലെ ഒരു വാചകം അടിവരയിട്ട് പൊതുസമൂഹത്തോട് നിങ്ങൾ കാണിക്കണം. കണ്ടോ, ഈ വാക്കാണ് ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുന്നത്. വെല്ലുവിളിക്കുന്നവരും ആക്ഷേപം ഉന്നയിക്കുന്നവരും അതിനല്ലേ തയ്യാറാവേണ്ടത്? നമുക്ക് അവരോട് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ മദ്രസയിലേക്ക് വരണം. വന്നിട്ട് ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഏത് പുസ്തകത്തിന്റെ, ഏത് പാഠത്തിന്റെ, ഏത് വാക്കിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് അവര് തെളിയിക്കണം. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ മുസ്ലിം സമൂഹത്തിന് നേരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഇന്ത്യയിൽ മതേതരവാദിയാണെന്ന് തെളിയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളമായി മുസ്ലിം സമൂഹത്തെ ചീത്ത വിളിക്കൽ മാറിയിട്ടുണ്ട്. ഞാൻ മതേതരവാദിയാണെന്ന് തെളിയിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളെ എങ്ങനെ വന്നിരുന്ന് ചീത്ത വിളിക്കുക സോഷ്യൽ മീഡിയയിൽ. അതാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യയിലുള്ള ഐഡന്റിറ്റി. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അങ്ങനെ തെളിയിക്കട്ടെ. ഏത് മദ്രസയിലാണ് തീവ്രവാദം പഠിപ്പിച്ചതെന്നവർ പറയട്ടെ, നമുക്ക് അപ്പോ നോക്കാം. വെറുതെ അങ്ങ് ആരോപണങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേരെ അഴിച്ചുവിടുക. മറ്റൊന്നും മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് തീവ്രവാദമാണ്. എന്താ കേൾക്കാൻ രസമുള്ള കോമഡിയാ, ഇത്ര രസമുണ്ട് കേൾക്കാൻ. മദ്രസകളിലെല്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടന്നതാകുന്ന തീവ്ര പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, സ്ഫോടനങ്ങൾ, പൊട്ടിത്തെറികൾ, ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് ഇതൊക്കെ ചെയ്ത മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പേര് അവരൊന്ന്, ആ മദ്രസ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അവരൊന്ന് പുറത്തുവിടട്ടെ, നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ മലേഗാവ് സ്ഫോടനം നടത്തിയത് ഏത് മദ്രസയിലെ വിദ്യാർത്ഥിയാണ്? മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോയതും ക്രൂരമായി കൂട്ട ബലാത്സംഗം ചെയ്തതും നൂറുകണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നതും ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കിയതും ഏത് മദ്രസയിലെ വിദ്യാർത്ഥിയാണ്? ആ മദ്രസയുടെ പേരും ആ പഠിച്ച വിദ്യാർത്ഥിയുടെ പേരും ഒന്ന് അവര് പുറത്തുവിടട്ടെ. നിറഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ഗുജറാത്തിൽ ശൂലം കുത്തിയിറക്കി അവരുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത് കല്ലിൽ അടിച്ചു കൊന്നതിന് ശേഷം മതിയാവാതെ അവരെ കൂട്ട ബലാത്സംഗം ചെയ്തിട്ടും പോരാതെ 1000-ലധികം മനുഷ്യരെ കൊന്നു തിന്നവർ ഏത് മദ്രസയിലെ വിദ്യാർത്ഥികളാണ്? രാജ്യത്ത് നടന്ന തീവ്രവാദങ്ങളൊക്കെ അതെല്ലാം മദ്രസയിലേക്ക് ചേർത്ത് വെക്കുക, ഇസ്ലാമിന് നേരെ ചേർത്ത് വെക്കുക. ഇതൊക്കെ ചെയ്ത മദ്രസ വിദ്യാർത്ഥികളുടെ പേരിവർ പുറത്തുവിടട്ടെ. ചോരയുടെ മണം മാറാത്ത കാശ്മീരിന്റെ താഴ്വരകളിൽ പറന്നു നടന്ന പിഞ്ചു ബാലിക ആസിഫ എന്ന പൊന്നുമോൾ, ആ പൊന്നുമകളെ, ആ കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
ആ പിഞ്ചുമകളെ പിടിച്ചുകൊണ്ടുവന്ന് ആരാധനാമൂർത്തിയെ സംരക്ഷിക്കപ്പെടുന്ന ഇടത്ത് രഹസ്യമായി ഒളിപ്പിച്ചു കിടത്തി ഒരാഴ്ചയിലധികം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത മദ്രസ വിദ്യാർത്ഥികളുടെ പേരൊന്ന് പുറത്തുവിടൂ. നമ്മളൊന്ന് അറിയട്ടെ. മദ്രസ വിദ്യാർത്ഥികൾ ചെയ്തതാകുന്ന അക്രമങ്ങൾ നമ്മളൊന്ന് അറിയട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളെ, നിങ്ങളും കേൾക്കണം, നിങ്ങളും മനസ്സിലാക്കണം. ഹൈന്ദവരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്നതാണ്. അവരുടെ മതത്തിന്റെ ഒരു ചിഹ്നമാണ് ഒരുപക്ഷെ തൃശൂർ പൂരം. ഈ തൃശൂർ പൂരം കലക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ മദ്രസ വിദ്യാർത്ഥികളുടെ പേര് ഒന്ന് പുറത്തുവിടാൻ നിങ്ങൾ ആവശ്യപ്പെടൂ. ഈ തീവ്രവാദമെല്ലാം മദ്രസയ്ക്ക് നേരെ തള്ളിവെക്കുമ്പോ ഏത് മദ്രസയിലെ വിദ്യാർത്ഥികളാണ് തൃശൂർ പൂരം കലക്കിയതെന്നുള്ള ലിസ്റ്റ് പുറത്തുവിടട്ടെ. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കൊന്ന മദ്രസ വിദ്യാർത്ഥിയുടെ പേര് പുറത്തുവിടട്ടെ. മുസോളിനി പഠിച്ച മദ്രസയുടെ പേരൊന്ന് പറയൂ. ആയിരക്കണക്കിന് മനുഷ്യരെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്തതാകുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊലപാതകത്തിന്റെ ഉടമ രക്തദാഹിയായ ഹിറ്റ്ലർ പഠിച്ച മദ്രസ ഏതാണ്? നിലവിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര കുടിച്ച് രക്തദാഹം തീർക്കുന്ന ഇസ്രായേൽ എന്ന ജാര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതിന്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹു പഠിച്ച മദ്രസ ഏതാണ്? ആ മദ്രസ ഏതാന്ന് പറയട്ടെ. അപ്പൊ എല്ലാ തീവ്രവാദവും ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് നേരെ എറിയുക, അതിന് മറുപടി പറയാൻ അതിന് മറുപടി പറയാൻ വേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ കണ്ടെത്തി മുസ്ലിം സമൂഹത്തിന് നേരെ എറിയുക. ആകാശത്തേക്ക് വെടിവെക്കുന്നവർക്കൊക്കെ വേറെ ലക്ഷ്യമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള കപടതകൾ, കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടി അധികാരത്തിന്റെ കസേരകളിൽ എന്നും അമുങ്ങിയിരിക്കുന്നതിന് വേണ്ടി ഒരു പൊതുശത്രുവിനെ നിശ്ചയിച്ച് ആ ശത്രുവിന് നേരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് മാത്രമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പല ചട്ടുകങ്ങളുണ്ട്. അത്തരത്തിലൊരു ചട്ടുകം മാത്രമാണ് ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അങ്ങനെ നാം മനസ്സിലാക്കിയാൽ മതി. മറ്റൊരാരോപണം എന്താ? ഗവൺമെന്റുകൾ മദ്രസയ്ക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം നിർത്തണം. ചവറ ജമാഅത്തല്ലേ? ഈ ചവറ ജമാഅത്തിന് കേരള സർക്കാർ പൈസ തന്നിട്ടാണ് അവിടെ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ സാധുക്കളായ മുഅ്മിനീങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് കിട്ടുന്ന തുക, അവർ മാസവരിയായി കൊടുക്കുന്ന തുക, പള്ളിയിലേക്ക് നേർച്ചയായും ഹദിയായിട്ടും കൊടുക്കുന്ന തുക സ്വരൂപിച്ച് വെച്ച് അതാണ് ഇൽമു പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളമായി കൊടുക്കുന്നത്. ഒരിക്കലും ഒരു സർക്കാരുകളോടും മുസ്ലിം സമൂഹം ഒരു രൂപയും മദ്രസ നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. മദ്രസ കെട്ടിടം പണിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് പരിശുദ്ധമാകുന്ന ദീൻ പ്രവർത്തിക്കാൻ അത്തരത്തിലൊരു സഹായം നമുക്ക് ആവശ്യമില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, ഇതുവരെ തന്നിട്ടുമില്ല. എന്നിട്ടും ആരോപണം മുഴുവൻ മദ്രസയ്ക്ക് നേരെ. കേൾക്കാൻ നല്ല രസമുള്ള, നേരത്തെ പറഞ്ഞതുപോലെയുള്ള പച്ചത്തള്ളുകൾ. നാം കരുതിയിരിക്കുക, പരിശുദ്ധമാകുന്ന ഇസ്ലാമിന് നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ എല്ലാം ലക്ഷ്യം ധാർമ്മിക ബോധമുള്ള, മദ്രസയിൽ നിന്ന് അറിവ് പഠിച്ച, നല്ല സാമൂഹ്യ ബോധമുള്ള യുവാക്കൾ ഇവിടെ ഉണ്ടാവരുത് എന്നതാണ്. നല്ലൊരു തലമുറ ഒരിക്കലും ഇവിടെ ഉണ്ടാവരുത്. എല്ലാവരും കുത്തഴിഞ്ഞ് ജീവിക്കണം. നമ്മളോ ഇങ്ങനെയായി, ഇനി മുസ്ലിം സമൂഹവും ഇങ്ങനെ ആവണമെന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന, ഗൂഢമായ ചിന്തയിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനിയും ഇത്തരം ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. വിശ്വാസികളായ നാം ഓരോരുത്തരും കരുതിയിരിക്കുക.